ഞാൻ നിങ്ങളോട് ഇതിന്റെ തമ്പിനെ കുറിച്ചും ടോപ്പിക്കിനെ കുറിച്ചും പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, മുഖ്യമന്ത്രി സതീശൻ ദീർഘകാല നേട്ടം ബി ജെ പിക്കും ജമാഅത്തെ ഇസ്ലാമിക്കും കോൺഗ്രസും ലീഗും അടക്കം ലോങ് ടേമിലേക്ക് തകരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ അതിശയോക്തിയൊക്കെ തോന്നും. കാരണം കോൺഗ്രസ് 102 സീറ്റുകൾ മേടിച്ച് അധികാരത്തിലിരിക്കുകയാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് 22 സീറ്റുകളിൽ ജയിച്ചിട്ട് നിൽക്കുകയാണ്. 27 സ്ഥലങ്ങളിൽ മത്സരിച്ചിട്ട് വലിയ സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടിയാണ്. ഇതൊന്നും അറിയാത്ത ഒരാളല്ല ഞാൻ. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പോലും മുസ്ലിം ലീഗിന്റെ വലിയ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 77% എന്ന് നിങ്ങളെക്കാൾ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ വലിയ വോട്ട് പെർസെൻറ്റേജിലും അതുപോലെ തന്നെ വോട്ടുകളുടെ കാര്യത്തിലും ഒക്കെ തന്നെ 1 കോടി ക്ലബിലേക്ക് എത്തിയിട്ടുള്ള UDF-നെ കുറിച്ചാണ് ഞാനിത് പറയുന്നത് എന്ന് പറയുന്ന യാഥാർത്ഥ്യ ബോധം എനിക്കുണ്ട്. പക്ഷേ നിങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിയാൽ പലപ്പോഴും BJPയും അതുപോലെ സംഘപരിവാറും അതുപോലെ വർഗീയ ശക്തികളും ഒക്കെ തന്നെ കളിക്കുന്ന ഒരു കളി എന്ന് പറഞ്ഞാൽ, അവർക്ക് പെട്ടെന്ന് നേട്ടമുണ്ടാക്കാനായില്ലെങ്കിലും പെട്ടെന്ന് അവരെ ചിലപ്പോൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവരൊക്കെ തന്നെ ചില സ്ട്രാറ്റജിക് ആയിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ താൽക്കാലികമായ നേട്ടം മറ്റു പല പാർട്ടികൾക്ക് ഉണ്ടാവുകയും എന്നാൽ ഗ്രാജ്വലി പതുക്കെ പതുക്കെ ആ നേട്ടം അവരുടേതാക്കി മാറ്റുകയും ചെയ്യും എന്നുള്ളതാണ്. അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത് മമതാ ബാനർജി അതിദാരുണമായി 80 സീറ്റുകളിലേക്ക് ചുരുങ്ങിക്കൊണ്ട് പശ്ചിമ ബംഗാളിൽ പരാജയപ്പെട്ടതാണ്. ആ പരാജയം എന്നെ ഒരിക്കലും സന്തോഷിപ്പിക്കുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാതെ വയ്യ. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി അന്ന് യഥാർത്ഥത്തിൽ CPM-നെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരുമ്പോൾ, CPM-നെ തൂത്തെറിയുമ്പോൾ, CPM-ന്റെ നേതാക്കളെയും അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തകരെയും തന്നെ വലിയ തോതിൽ ആക്രമിക്കപ്പെടുമ്പോൾ അന്ന് RSS അവരെ ദുർഗ എന്ന് വിളിച്ചുകൊണ്ടാണ് വലിയ തോതിൽ സന്തോഷം പ്രകടിപ്പിച്ചത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഒരു കാലത്ത് BJPയുമായി ഒരു സഖ്യമുണ്ടാക്കിയ മമതാ ബാനർജി തന്നെ BJP വെസ്റ്റ് ബംഗാളിൽ വന്നാൽ പോലും ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാവും. ആ തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഗുണം എക്കാലത്തും തനിക്ക് കിട്ടും എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ പിന്നീട് പതുക്കെ പതുക്കെ യഥാർത്ഥത്തിൽ അവർ പ്രതീക്ഷിച്ചൊരു കാര്യം, BJP സംഘപരിവാരം കണ്ടൊരു കാര്യം, CPM-നെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ തകർക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഒന്ന് തങ്ങളുടെ ഈ പറയുന്ന പോലെ കൾച്ചറും തങ്ങളുടെ ആശയഗതികളുമായി വന്നിട്ട് അവരെ തകർക്കാൻ കഴിയില്ല. അവർക്ക് പകരം മമതാ ബാനർജി അധികാരത്തിലേറിയാൽ അവർക്കൊരിക്കലും വലിയൊരു ആദർശ മുഖമോ അല്ലെങ്കിൽ അഴിമതിരഹിത പ്രതിച്ഛായൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവരെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയുമെന്ന് മനസ്സിലായിക്കൊണ്ട് ആ സമയത്ത് CPM-നെയും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജികളെയും അവിടുത്തെ അവരുടെ കെട്ടുറപ്പുള്ള സംഘടനാ സംവിധാനത്തെയും ഒക്കെ തകർക്കാൻ മമതാ ബാനർജി എങ്കിൽ മമതാ ബാനർജി ആയിക്കോട്ടെ എന്നുള്ളത് വിചാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഗ്രാജ്വലി അവരെന്ത് ചെയ്തു, ഈ പറയുന്ന പോലെ അവരുടെ ഒരു രാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവരികയും അതിൽ മമതാ ബാനർജിയുടെ അടുത്ത് നിന്നുള്ള ആളുകളെ തന്നെ പിടിക്കുകയും അത്തരത്തിൽ അഴിമതിക്കാരായ ആളുകളെടുത്ത് EDയും അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും അടക്കമുള്ള ആളുകളെ അന്വേഷണത്തിന് വിടുകയും അവരെയൊക്കെ തന്നെ പതുക്കെ പതുക്കെ വരുതിയിലാക്കുകയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഏതാണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ബീഹാറിൽ ഇപ്പോൾ BJP മുഖ്യമന്ത്രി വന്നേക്കാണ്. കുറെ നാളുകളായി അവർ നിതീഷ് കുമാറിന്റെ മുഖത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. വലിയ ഭൂരിപക്ഷവും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായൊക്കെ പലപ്പോഴും അവർ BJP ബീഹാർ നിയമസഭയിൽ മാറിയിട്ട് പോലും മുഖ്യമന്ത്രി പദമൊന്നും അവർ മോഹിച്ചില്ല. കാരണം അവർക്ക് എന്നേക്കുമായ ഒരു വളർച്ചയും 50% വോട്ട് നേടാൻ കഴിയുന്ന ഒരു പ്രതിഭാസവുമൊക്കെ വളരണം എന്നുള്ളത് അവരുടെ ചിന്തയായിരുന്നു. മഹാരാഷ്ട്രയിലും ഒരു ജൂനിയർ പാർട്ണറായി തുടങ്ങി പിന്നീട് പതുക്കെ പതുക്കെ അവർ സീനിയർ പാർട്ണറായി മാറിയപ്പോഴും അവർ ഏകനാഥ് ഷിൻഡെയെ പുലർത്തിയെടുത്തു കൊണ്ടുവന്ന് ശിവസേനയെ തകർക്കുകയും അങ്ങനെ ഏകനാഥ് ഷിൻഡെക്ക് മുഖ്യമന്ത്രി പദം വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഏറ്റവും ഒടുവിൽ അവർ ഏതാണ്ട് 4-3 ഭൂരിപക്ഷത്തോടെ അധികാരം പിടിച്ചെടുക്കുകയും വലിയ മെജോറിറ്റിയോടുകൂടി അവിടെ അധികാരത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ കാണണം. ഇങ്ങനെ തനിക്ക് തോൽപ്പിക്കാൻ കഴിയാവുന്ന വലിയ എതിരാളിക്കെതിരെ ചെറിയ എതിരാളി ഉപയോഗിക്കുകയും പിന്നീട് ചെറിയ എതിരാളിയെ തോൽപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് പ്രതിഭാസങ്ങൾ BJPയുടെ ലോങ് ടേം പദ്ധതിയുടെ പ്ലാനുകളായി നമുക്ക് കാണാം എന്നുള്ളതൊരു വാസ്തവമാണ്. കേരളത്തിലും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള അതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്ന് വലിയ ഒരു സഖ്യത്തിലേക്ക് ഏർപ്പെടുകയും അവരുടെ ഈ പറഞ്ഞ പ്രചരണ ആയുധങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി ഉപയോഗിക്കുകയും മീഡിയ ഫണ്ടിനെയും മാധ്യമത്തെയൊക്കെ തന്നെ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ കൂടി ഒരു സപ്പോർട്ടിൽ ചിറകിലേറിക്കൊണ്ടാണ് VD സതീശന് ഒരു വലിയ വിജയം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ രാഷ്ട്രീയത്തിന്റെ താൽക്കാലിക വിജയം യഥാർത്ഥത്തിൽ UDF-നും കോൺഗ്രസിനും ആണെങ്കിൽ ലോങ് ടേമിലേക്കുള്ള വിജയം ആർക്കായിരിക്കും എന്നുള്ളത് കാരണം ഇത്തരത്തിലുള്ള ഒരു വിജയവും ഇനി മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും അവരൊക്കെ അനർഹമായി പലതും നേടിയെടുക്കുന്നു എന്ന് പറയുന്ന വലിയ ആരോപണങ്ങൾക്കുള്ള സാധ്യതയും കൂടി ഒരുങ്ങുമ്പോൾ, അത് യാഥാർത്ഥ്യമാണെങ്കിലും അല്ലെങ്കിലും വലിയ ആരോപണങ്ങൾക്കുള്ള സാധ്യതകൾ കൂടി ഒരുങ്ങുമ്പോൾ
തൊട്ട് സൈഡിൽ ഒരു ഹിന്ദു കൺസോളിഡേഷൻ വലിയ സാധ്യതകൾ ഒരുങ്ങും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഹിന്ദു കൺസോളിഡേഷൻ കൂടി സാധ്യതകൾ ഒരുങ്ങുമ്പോൾ സാധാരണ സ്വതവേ CPM-നെ വോട്ട് ചെയ്തിരിക്കുന്ന ആളുകൾ പോലും ഇനി നമ്മൾ ഒഴിച്ചില്ലെങ്കിൽ രക്ഷയില്ല എന്ന് പറയുന്ന ചിന്തയിലേക്ക് എത്തുകയും നമ്മളും കൂടി ഒന്നിക്കണം എന്ന് പറയുന്ന വെറും തോന്നലിലേക്കൊക്കെ എത്തുകയും ചെയ്യും. പണ്ടുമൊക്കെ ഇത്തരം തോന്നലുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ മൃഗയ സിനിമ എന്ന് പറയുന്ന സിനിമയിൽ പറവൂർ ഭരതൻ പറയുന്ന ഒരു വാചകമുണ്ട്, അവർ ക്രിസ്ത്യാനികളല്ല, അവർ ഒന്നിക്കുമ്പോൾ ഒന്നിക്കും എന്നൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ തന്നെ പലർക്കുണ്ടായിരുന്നു. ആ ചിന്തകളുള്ള ആളുകളുടെയൊക്കെ നമ്പർ വളരെ വളരെ കൂട്ടിക്കൊണ്ടുവരികയും പതുക്കെ പതുക്കെ BJP-യിലേക്ക് അടുപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കഴിഞ്ഞ ലോക്സഭയിൽ BJP 38,37,000 വോട്ടുകൾ നേടി എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനും CPM-നും ഒക്കെ 55, 60, 75 ലക്ഷം വോട്ടുകളാണ് കൂടിയെന്നുണ്ടാവുക. അപ്പോൾ ആ വോട്ടുകളുടെ പകുതിയിൽ പിടിക്കുന്ന ഒരു പാർട്ടിയായിട്ട് അവർ മാറിക്കഴിഞ്ഞു എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനി അവരുടെ വളർച്ച ത്വരിതപ്പെടുത്താനായിട്ട് ഇത് സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് ദീർഘകാല നേട്ടം ഉറപ്പായിട്ടും BJP-ക്ക് ഉണ്ടാകുമെന്ന് പറയുന്നത്. ഇനി മറ്റൊരു സൈഡിൽ BJP ഇതുപോലെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ മതേതര പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തിലെയും മറ്റു ന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ ആളുകൾക്ക് തന്നെ ആ പ്രസ്ഥാനത്തോടുള്ള വിശ്വാസം പതുക്കെ പതുക്കെ നഷ്ടപ്പെടുകയും ഈ തീവ്രത ഇപ്പുറത്ത് കൂടുമ്പോൾ അപ്പുറത്ത് ഇതേപോലെ തന്നെ സംഘടിക്കുകയും മറ്റു പല സംഘടനകളിലേക്ക് പോകാനുള്ള സാധ്യതകളും ഒക്കെ വരും. ആ സാധ്യതകളുടെ ചെറിയ ചലനങ്ങളാണ് PFI-യിലേക്കും SDP-യിലേക്കും ഒക്കെ നിരവധി ആളുകൾ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് വലിയ സാധ്യതകൾ ഇനി ഒരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഷോർട്ട് ടൈമിലേക്ക് കോൺഗ്രസിനും ലോങ് ടൈമിലേക്ക് BJP-ക്കും വലിയ സാധ്യതകൾ ഒരുക്കുന്ന, ജമാഅത്തെ ഇസ്ലാമിക്കും ഒക്കെ ആളക്കൂട്ടുന്ന വലിയ സാധ്യതകൾ ഒരുക്കുന്ന ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ എന്നുള്ളത് സതീശന് താൽക്കാലിക നേട്ടമാവുകയും കോൺഗ്രസിന് ലോങ് ടൈമിലേക്ക് വലിയ കോട്ടമാവുകയും ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ 5 കൊല്ലം വളരെ ശ്രദ്ധയോടെയുള്ള പദ്ധതികൾ കോൺഗ്രസ് ആവിഷ്കരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് അതൊന്നും ആവിഷ്കരിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഭരണവും തമ്മിത്തല്ലും ഈ പറയുന്ന പോലെ അധികാരത്തിന്റെ കയത്തിന് വേണ്ടിയുള്ള ചക്കളത്തി പോരാട്ടവും ആട്ടാകുസ്തിയും ഒക്കെ മുന്നേറുമ്പോൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ വളരെ വിരളമാണ് എന്നുള്ളത് കൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ. നമ്മുടെ ഒരു ചാനല്, മറ്റൊരു ചാനൽ കൂടി ആരംഭിക്കുന്നുണ്ട്. ആ ചാനലിന്റെ പേരെന്ന് പറയുന്നത് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ജനകീയ പൊതുബോധത്തിനും അപ്പുറം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷനാണ്. അപ്പോൾ അത് BCC with RC എന്ന് പറയുന്ന ഒരു ചാനലാണ് ഉണ്ടാവുക. ആ ചാനലിലേക്കുള്ള ഒരു വീഡിയോ നമ്മൾ നാളെ അപ്പ് ചെയ്യും. പക്ഷെ ആ ചാനൽ എടുക്കുന്നത് നമ്മൾ ഇതുപോലെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റുള്ള വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾ വളരെ ലെങ്തി ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ. അതിൽ ആദ്യത്തെ പോഡ്കാസ്റ്റ് വരുന്നു. ആ ആദ്യത്തെ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി നമ്മൾ ഒരു പിണറായി വിജയന്റെ പരാജയവും അതുപോലെ VD സതീശന് വിജയവും സംഭവിച്ചിട്ടുള്ളതിനെ വളരെ സമഗ്രമായി നമ്മൾ വിശകലനം ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു 5-8 കൊല്ലങ്ങളിൽ കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഹിൻഡായി ഇപ്പം തന്നെ പറയട്ടെ. 2019 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള ഏതാണ്ട് അതേപോലെയുള്ള വോട്ടുകളും ശതമാനവും ഒക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ആ 2019 111 സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുള്ള ഒരു വോട്ടുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 111 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിലെത്തിയിരുന്നു. അതിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നും അതെങ്ങനെ പിടിച്ചു നിർത്താമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്തുകൊണ്ടാണ്, കൃത്യമായി കരുതൽ മുഖ്യമന്ത്രിയും അതുപോലെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രിയുടെയൊക്കെ ഇമേജ് തകർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയേണ്ടത് ഇത്തരത്തിലുള്ള ഒരു കാര്യം സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുകയും അത് വിജയിക്കുകയും ചെയ്തത്. അതിന് നിരവധി മാധ്യമങ്ങൾ ഇവിടെ കുടപിടിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ തന്നെ അത് സംപ്രേഷണം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെയൊക്കെ വലിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. കാരണം അത് വലിയ പണച്ചെലവുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ചാനലിലെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ലെവൽ 1ഉം ലെവൽ 2ഓ ലെവൽ 3ഓ ലെവൽ 4ഓ ലെവൽ 5 ലെവൽ 6 വരെ ഉണ്ട്. അത് ഏറ്റവും ആദ്യത്തെ 179 രൂപയാണെങ്കിൽ ലെവൽ 2ലേത് 359 രൂപയാണ്. ഈ മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പെർക്സ് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് കിട്ടാനില്ല. ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ളൊരു കാര്യം, ഇത്തരത്തിൽ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ മറച്ചു വെക്കുന്ന, അവരുടെ അജണ്ടകൾക്കനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന പക്ഷം മാത്രം നമ്മളെ കൊണ്ട് കഴിപ്പിക്കുന്ന പരിപാടികൾക്കെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പാണ് ഇത് എന്നുള്ളത് ഞാൻ പറഞ്ഞോട്ടെ. അതുകൊണ്ട് തന്നെ മറ്റൊരു രീതിയിൽ സഹായിക്കാൻ കഴിയുന്നവർക്ക്
നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ തന്നെ ഫിനാൻഷ്യലി നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം. എന്താണെങ്കിലും ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, നമ്മൾ ഇത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾക്ക് വേണ്ടി കൂടി ഒരു ചാനൽ തുടങ്ങുന്നു. ഒരു മാസം ചിലപ്പോൾ 3-4 പോഡ്കാസ്റ്റുകളാണ് അതിനകത്ത് ഇടാൻ കഴിയുള്ളൂ. കാരണം അത് 1.5 മണിക്കൂർ 2 മണിക്കൂറുകൾക്ക് ലെങ്തി ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റാണ്. കൂടാതെ അത് എടുക്കുന്നതിനൊക്കെ തന്നെ വലിയ ചെലവേറിയ ഒരു പ്രക്രിയയാണ്. കൂടാതെ നമ്മുടെ സമയമൊക്കെ വലിയ ചെലവഴിക്കേണ്ടി വരുന്ന പ്രക്രിയയാണ് എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞോട്ടെ. എന്താണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടുകൾക്കും മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർക്കൊക്കെ നന്ദി. ഇനി എടുക്കാൻ കഴിയാത്ത ആളുകളൊക്കെ വീഡിയോകൾ കണ്ടുകൊണ്ടും കമൻറ്റുകൾ എഴുതിക്കൊണ്ടുമൊക്കെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ചാനൽ അടുത്ത ദിവസം തന്നെ നമ്മളൊരു വീഡിയോ കൂടി അപ്പ് ചെയ്യുന്നതായിരിക്കും. മിക്കവാറും പോഡ്കാസ്റ്റ് നാളെയോ അല്ലെങ്കിൽ നാളെ രാത്രിയോ അല്ലെങ്കിൽ മറ്റന്നാളോ തന്നെ അപ്പ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ അതിനും കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും വേണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ.